സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നു. പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ സർക്കാർ പരാജയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് CPI അംഗം PA മുഹമ്മദ് റിയാസ് നോട്ടീസ് കൊടുക്കും. ഷബീദ് റാവുത്തർ തിരുവനന്തപുരം. പറയൂ ഷബീദ്. ഏതായാലും ഇന്ന് നിയമസഭയിൽ വലിയ നാടകീയമായ സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പലതരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഇന്ന് നിയമസഭാ തലത്തിലേക്ക് എത്തുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ പനി, പകർച്ചപ്പനി, അതേപോലെ തന്നെ ഷിഗല്ല അടക്കമുള്ള മാരക രോഗങ്ങളുടെ അല്ലെങ്കിൽ രോഗങ്ങളുടെ വ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കാൻ പ്രതിപക്ഷം നോട്ടീസ് നൽകും. PA മുഹമ്മദ് റിയാസ് ആയിരിക്കും ആ നോട്ടീസ് നൽകുക. ആരോഗ്യവകുപ്പ് കോർഡിനേഷനിൽ പാളിച്ച എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ഉയർത്തി കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല നമുക്കറിയാം, ഈ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഴികേട്ട ഒരു വകുപ്പ് അത് ആരോഗ്യവകുപ്പാണ്. സ്വാഭാവികമായും K മുരളീധരൻ അദ്ദേഹം മന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് സർക്കാരിന് പഴികേട്ട, പുതിയ സർക്കാരിന് പഴികേട്ട ആദ്യ വകുപ്പ് ആരോഗ്യവകുപ്പാണ്. വളരെ പ്രധാനപ്പെട്ട പല വിവാദങ്ങളും ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. DHS ബന്ധപ്പെട്ട കസേര തർക്കം, മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധി, ഭരണ പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ചർച്ചയാക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ആ വിഷയത്തിൽ ഇന്നത്തെ പ്രതിപക്ഷം സഭയിൽ സ്വീകരിക്കുന്ന നിലപാടും നിർണായകമായി മാറും. പലതരത്തിൽ ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ സംബന്ധിച്ച് മുൻ സർക്കാരിന്റെ കാലത്ത് നമ്മൾ ചർച്ചകൾ നിയമസഭയിൽ കണ്ടതാണ്. അതേസമയം മദ്യ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഈ സ്വകാര്യ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളും കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ വലിയ അതൃപ്തിക്ക് വഴിവെച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള വിഷയങ്ങളും ഇന്ന് നിയമസഭയിൽ വരുന്നുണ്ട്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.